ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, യേശുതമ്പുരാൻ കനാന്യ സ്ത്രീയുടെ മകളെ ബോധോപദ്രവത്തിൽ നിന്നും സൗഖ്യമാക്കിയ സംഭവമാണ് വിശുദ്ധ ഏവൻഗേലിയോനായി നാം വായിച്ച് കേൾക്കുന്നത്. വിജാതീയ സ്ത്രീയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വിജാതികളുടെ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ ധ്യാനാത്മകമാകും എന്ന് കരുതുകയാണ്. ജാതികൾ, ജനതകൾ, ജെൻഡൈൽസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതിൻ്റെ ഒരു കാരണം പഴയ കാലത്ത് ദേശാന്തരികളായി ആളുകൾ ഒരു രാഷ്ട്രമില്ലാതെ, ഒരു ദേശമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തമ്മിൽ വേർതിരിച്ചിരുന്ന ചില വ്യത്യസ്തതകളുണ്ട്. അവരുടെ വിശ്വാസം, മതം, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെയാണ്. മറ്റുള്ള ജാതികളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലിൽ എന്താണ് ഉണ്ടായിരുന്നത്? അതവരുടെ ദൈവചിന്തയായിരുന്നു. അവരുടെ ദൈവത്തിന് രൂപമില്ല, പേരില്ല. എബ്രായ ഭാഷയിലെ 4 അക്ഷരങ്ങൾ ചേർത്താണ് അവർ യാഹ്വേ എന്ന് വിളിച്ചിരുന്നത്. ദൈവത്തെ ഒരിക്കലും പേരിട്ട് വിളിക്കുവാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ അപരിമിതനായ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, അഗോചരനായ ഒരു രൂപമോ ബിംബമോ ഒന്നും ഒരിടത്തും സ്ഥാപിക്കപ്പെടാത്ത, കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും ഹൃദയം ശോധന ചെയ്യുന്നതുമായ ഒരു ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ആ ദൈവത്തെ അടുത്ത തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നൊരു ബൃഹത്തായ ദൗത്യമായിരുന്നു. അത് ആഴമായ ഒരു ആത്മവിശ്വാസത്തിൻ്റെയും വ്യക്തിബന്ധത്തിൻ്റെയും അനുഭവതലത്തിൻ്റെയും പശ്ചാത്തലത്തിലല്ലാതെ ഒരിക്കലും പകർന്നു കൊടുക്കാൻ സാധ്യമല്ലാത്ത ഒരു ഈശ്വരവിശ്വാസം. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു ആശങ്കാകുലമായ പദമാണ് ജനതകൾ, വിജാതിയർ എന്നുള്ളതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ കാലക്രമേണ ഇസ്രായേൽ ഒരു രാഷ്ട്രമായപ്പോൾ, അവർക്ക് ദൈവാലയമായപ്പോൾ, അവരുടെ മതസംവിധാനങ്ങൾ അതിശക്തമായപ്പോൾ, ലോകത്തിലേറ്റവും പ്രബലമായ ശക്തിയായപ്പോൾ അവർ ഈ ഒരു വ്യവസ്ഥിതിയെ ഒരല്പം കൂടി കഠിനമാക്കി. അതുകൊണ്ടാണ് ശമറായക്കാരിയായ സ്ത്രീ കർത്താവിനോട് ചോദിക്കുന്നു, ഞാൻ ശമറായക്കാരിയായ സ്ത്രീ ആയിരിക്കെ നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെ? ഞാൻ എന്നെ കുടിപ്പാൻ തരുന്നത് എങ്ങനെ? അതൊരു തൊട്ടുകൂടായ്മയിലേക്ക്, ഒരു തീണ്ടലിലേക്ക് വളരുന്നുണ്ട്. എല്ലാ സങ്കല്പങ്ങളുടെയും തുടക്കം ചെറിയ ഒരു വേർതിരിവാണെങ്കിൽ പോലും കാലക്രമേണ അത് വികാസം പ്രാപിക്കുമ്പോൾ അത് വളരെ സങ്കീർണമായി, വളരെ സങ്കുചിതമായി മാറുന്ന ഒരു കാലമാണ്, അല്ല ചരിത്രമാണ് നാം കാണുന്നത്. അതുകൊണ്ട് പുറജാതി സ്ത്രീ എന്നുള്ള ആ ഒരു പദത്തിന്റെ പിറകിലുള്ള ഒരു ചരിത്രം ഇതാണ്. നമ്മുടെ ദൈവവിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം, അടുപ്പം, ഇതൊക്കെ ഒരിക്കലും മറ്റുള്ളവർക്ക് ഇല്ലല്ലോ എന്നുള്ള ഒരു വിലാപമാണ് അതിന് പിറകിലുള്ളത്. അവരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യേശുതമ്പുരാൻ ആദ്യം യഹൂദിയിൽ, അതായത് സ്വന്തം ജനതയിൽ, രണ്ടാമത് ശമറിയിൽ, നമ്മളുടെ സഹോദരങ്ങളായി നഷ്ടപ്പെട്ടു പോയ ആളുകളിൽ, പിന്നീട് ലോകത്തിന്റെ എല്ലാ അറ്റത്തോളം 4 ഭാഗങ്ങളിലോളം. അപ്പൊ സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്ന ഒരു ദൗത്യത്തിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത് സ്വന്തം ജനതയ്ക്കാണ്. അതുകൊണ്ടാണ് മക്കളുടെ മേശയിൽ നിന്നും അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക. നായ്ക്കുട്ടി എന്നൊരു പദം ഒരല്പം പ്രയാസകരമായ ഒരു പ്രയോഗം തന്നെയാണ്. ഇന്ന് പെറ്റ്സാണ് നായ്ക്കുട്ടികൾ. കിഡ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലതാനും. അത് മാത്രവുമല്ല, പെറ്റ്സ് ആണ് കിഡ്സിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്തുള്ളത്. കിഡ്സ് എല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ അങ്ങ് പറക്കമുറ്റി അവരുടേതായ ജീവിത സന്ധാരണത്തിന് പോകുമ്പോൾ നമ്മൾ അരുമയായി വളർത്തുന്ന അരുമമൃഗങ്ങളുടെ പട്ടികയിൽ പെടുന്ന ഒന്നാമത്തെ ജീവി ഒരുപക്ഷേ നായ്ക്കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷെ അന്നങ്ങനെയായിരുന്നില്ല. ഒരിക്കലും അടുത്തു നിർത്തരുതാത്ത ഒരു നായ്ക്കുട്ടിയെ വിറ്റ പണവും അഭിസാരികയുടെ പണവും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു ജനത. അവർ ഒരിക്കലും നായ്ക്കുട്ടികളെ അരുമയായി ഓമനിക്കാറില്ല, വളർത്താറില്ല. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു ധ്യാനചിന്ത കൂടി അനാവൃതമാവുകയാണ്. ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഭാഗത്തെ ഒന്നുകൂടി ആഴത്തിൽ കാണാം. മേശയുടെ മുകളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വിരുന്ന് ഇസ്രായേലിന്റെ ഒരു അവിഭാജ്യമായ ഘടകമായിരുന്നു. അവരുടെ എല്ലാ വാരാന്ത്യങ്ങളിലും, അഥവാ അവരുടെ എല്ലാ വിളവെടുപ്പുകളിലും, അവരുടെ എല്ലാ സൽക്കാരങ്ങളിലും, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും, വിവാഹം പോലെയുള്ള ചടങ്ങുകളിലൊക്കെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു വലിയ പദമാണ് വിരുന്നുമേശ എന്നുള്ളത്. അത് കേവലം ഒരുമിച്ച് കൂടി പെട്ടെന്ന് വന്ന് വിയർത്തൊലിച്ച് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് മടങ്ങിപ്പോകുന്ന ഇന്നത്തെ ഒരു ഭക്ഷണ രീതിയല്ല. കേവലം വിശപ്പടക്കലുകൾക്കപ്പുറമായും സ്നേഹബന്ധങ്ങളുടെ ഒരു വിളക്കിച്ചേർക്കലായിരുന്നു ആ പഴയ വിരുന്നുശാലകൾ.
അവരുടെ എല്ലാ വിരുന്നുകളും അന്ത്യ അത്താഴത്തിൽ യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നത് പറയുമ്പോൾ ഒരുപാട് സമയമെടുത്ത് സംസാരിച്ച് ഹൃദയങ്ങൾ പങ്കുവെച്ച് സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതായ ഒരു സമയമായിരുന്നു. അവർ വിളവെടുപ്പിന്റെ സമയത്ത് ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ച കാലത്തേക്കാൾ അപ്പോൾ ആ സമയത്തൊക്കെ അവർ അവലംബിച്ചിരുന്നൊരു വലിയ വിരുന്നുമേശ ഉണ്ടായിരുന്നു. ദേശം മുഴുവൻ ആ വിരുന്നിലൂടെയും സ്നേഹബന്ധത്തിന്റെ ഇഴയെടുപ്പങ്ങളിലൂടെയും കടന്നുപോയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ഭക്ഷണ മേശകളൊക്കെ വിരുന്നുമേശകളാകണം എന്ന് പറയുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതും പ്രാർത്ഥനയോടെ സമാപിപ്പിക്കുന്നതുമൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. സ്നേഹബന്ധങ്ങൾ ഓർത്തെടുക്കുക, ദൈവം നിന്ന അനന്തമായ കരുണയുടെ ഭാഗമാണ് ഈ അന്നം എന്ന് തിരിച്ചറിയുക എന്നതൊക്കെയാണ് വിരുന്നിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിരുന്നുമേശയിൽ ആദ്യം ഞാൻ പരിഗണന നൽകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കാണ്. യഹൂദ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇസ്രായേൽ സഹോദരങ്ങൾക്ക്. പിന്നെയാണ് ഈ ജനതകൾ എന്ന് പറയുന്ന ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ. ഇവരിവിടെ നിൽക്കുമ്പോൾ ഇവർ ദൈവത്തെ അറിയാതെ ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി എന്നാണ് ആ ചോദ്യത്തിൻ്റെ മറ്റൊരു അർത്ഥം. അത്രമാത്രം ഇസ്രായേൽ ദൂരെ നിർത്തിയിരുന്ന ആളുകൾ എന്ന ഒരു ചിന്ത ഒരല്പം കൂടി സ്പഷ്ടമാക്കുന്ന പദമാണ് നായ്ക്കുട്ടി എന്നുള്ളത്. അപ്പോൾ അവൾ വീണ്ടും അഭയാചന നടത്തുകയാണ്. എന്നെ കൂടി പരിഗണിച്ചേ മതിയാവും, അവിടെ നിന്ന് എനിക്കും കിട്ടുവാനൊരു അവകാശമുണ്ട്. അപ്പോൾ ഒരു അവകാശബോധത്തോടു കൂടി ആ കനാന്യ സ്ത്രീ അത് പറയുമ്പോൾ അപേക്ഷകൾ നിരസിക്കാത്ത ദൈവത്തിന്റെ മറ്റൊരു ചിത്രം കൂടി ഇവിടെ നാം തിരിച്ചറിയുകയാണ്. സമയമല്ലാതിരുന്നിട്ട് കൂടി കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അടിസ്ഥാനമാക്കി ആ അത്ഭുത പ്രവൃത്തി നിർവഹിക്കപ്പെടുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇതല്ല സമയം. ഇപ്പോൾ യഹൂദർക്കുള്ള വിരുന്നുമേശയാണ്. ഇത് അവരെ പരിപോഷിപ്പിക്കണം.